ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യം പോകുമ്പോഴും ഇവര് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കൈ നെഞ്ചിൽ കെട്ടണോ വയറിൽ കെട്ടണോ എന്നതായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട ചർച്ച. ഞാൻ വളരെ വിലപ്പെട്ട മറ്റൊരു വീഡിയോ കാണിച്ചു തരാം. നോക്കിയോ, രാജ്യം ഏത് അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇവര് കൂടിയിരുന്നിട്ട് ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് പ്രഷർ ഷുഗറിന്റെ ആൾക്കാർ അവർ മൂസൽ കാലിം റളിയല്ലാഹുവിന്റെ പേരിൽ ഡെയിലി ഫാത്യോദ്യം മതി എന്നാ പ്രശ്നം തീരും. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ ഡോസ് കൂടി ഒരു ഫാത്യയുണ്ട്, മുആവിയ റളിയല്ലാഹുവിന്റെ പേരിൽ ഫാത്യോദ്യം. നാടൻ കോഴിയുടെ ചെറിയ മുള്ളുണ്ടാവും, നാടൻ കോഴിയില്ലേ, അതിന്റെ ചെറിയ എല്ലില്ലേ, ചെറിയ എല്ല്, കുഞ്ഞു കുഞ്ഞു എല്ല്, അത് ചവച്ചരച്ചിറക്കിയാൽ തൈറോയിഡിന്റെ പ്രശ്നത്തിൽ ഒരൊറ്റ പെൺകുട്ടി പിന്നെ ചികിത്സിക്കേണ്ടി വരില്ല. മരുന്ന് കമ്പനിക്കാരനാണ് ഇതിന് മുട്ടായി വന്നിട്ട് വെറുതെ. ക്യാൻസർ അടക്കമുള്ള ഏത് രോഗങ്ങൾക്കും സിദ്ധൌഷധമായി ഹദീസിൽ വന്ന ഒരു ഒറ്റമൂലി, മഴവെള്ളം സംഭരിക്കുക, അതിൽ 70 തവണ വീതം ആയത്തുൽ കുർസിയും ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതി മന്ത്രിക്കുക. ഒരാഴ്ചക്കാലം രോഗി തുടർച്ചയായി ഇത് പ്രഭാതത്തിൽ കഴിക്കുക. എന്നാൽ അല്ലാഹു തആല അവന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും എടുത്തു കളയുമെന്ന് ഹദീസ് അദ്റുൻ നദീം ഖസീനത്തുൽ അസ്ർ. ജുമാക്ക് മുമ്പായുള്ള സമയത്ത് ഏറ്റവും നല്ലത് ജുമായുടെ തൊട്ട് മുമ്പുള്ള സമയമാണ്. ആ സമയത്ത് യാ ബസീർ യാ ബസീർ യാ ബസീർ എന്ന് 100 തവണ അങ്ങനെയുള്ള രോഗികൾ പതിവാക്കുന്നത് കണ്ണിന് കാഴ്ചശക്തി കിട്ടാനും കണ്ണിന്റെ പല അസുഖങ്ങൾ ശിഫ ലഭിക്കാനും വലിയ ഫദലുള്ള ചികിത്സയായി മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു. പ്രാവിന്റെ കാട്ടം ചൊട്ട് പുകയേൽക്കുന്നത് പ്രസവത്തിനേറ്റം എളുപ്പമെന്നാണുള്ളത്. അലന്തറയും മുതിയാൽ സുബീന്റെ മുമ്പിൽ 2 റക്അത്ത് സുന്നത്തിലെ മൂലക്കുരുവിന് അസുഖം ഉണ്ടാവില്ല. അത് തൗഫീഖ് പ്രദാനം ചെയ്യണം. അതല്ല അയ്ബുള്ള രോഗമാണ്. ഇനി ആശുപത്രികളൊന്നും വേണ്ട. കാരണം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം? ആശുപത്രികളൊന്നും ഈ ഐറ്റങ്ങൾക്ക് വേണ്ട. രാജ്യം ഏത് സാഹചര്യവുമായി മുന്നോട്ട് പോയാലും ശരി, ഇവർക്കാകെ ഉള്ളത് ഈ ഒരൊറ്റ ചിന്തയാണ്. എങ്ങനെയാണ് നമ്മുടെ മതം മാർക്കറ്റ് ചെയ്യുന്നത്? ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ഇത് കുറച്ചൊന്നുമല്ല. എന്നാൽ ഇവരെ എല്ലാ വിഷയത്തിലും മുൻപന്തിയിലാണല്ലോ. ഞാൻ ആ ചേലാകർമ്മത്തിലേക്ക് തന്നെ വരാം. അതിനു മുമ്പ് ഒരു താത്താക്കുട്ടി ആകെ മൂടി പർദ്ദയും മക്കനെയും ഒക്കെ ഇട്ട് മുത്തക്കിയായിട്ട് എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ, മറ്റേ മുഖമൊക്കെ മൂടിയിരിക്കുവാണ്. ആ കണ്ണുകൊണ്ട് തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയൊക്കെ നോക്കി ഒന്ന് വളയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് എന്തോ ഒരു സംശയം പോലെ, നടക്കുമ്പോൾ കക്ഷിക്ക് എന്തോ ഒരു ബ്രേക്ക് പിടുത്തം പോലെ. അപ്പൊ താത്ത അവിടെ നില്ല് താത്ത, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. അങ്ങനെ താത്തായി പിടിച്ചവിടെ നിർത്തി. നോക്കിക്കോണേ. ഓരോ ദിവസവും നമ്മുടെ മുന്നിലെത്തുന്നത് ഓരോ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഇന്നലെ കർണാടകയിൽ ഹിജാബ് അനുകൂല പ്രകടനത്തിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്ന വിദ്യാർത്ഥിനികൾ അതുകൊണ്ട് നിന്നില്ല, പോലീസിന് നേരെ കല്ലെറിഞ്ഞു. പോലീസ് കൈയോടെ പിടികൂടി. പർദ്ദ മാറ്റിയാൽ അടുത്ത വിവാദം. രണ്ടും കൽപ്പിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വച്ച് തന്നെ ഹിജാബും പർദ്ദയും എല്ലാം മാറ്റിച്ചു. സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റ്. സ്ത്രീ വേഷം കെട്ടിയ പുരുഷ സംഖ്യകൾ. വർഗീയ കലാപം ഉണ്ടാക്കാൻ പറ്റിയ ആയുധം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നിഷ്പക്ഷരായ മനുഷ്യരെ 2 ചേരികളിലാക്കുക. അതിനുശേഷം അല്പം പോലും സംശയത്തിനിടം കൊടുക്കാതെ 2 ചേരികളിലും വർഗീയവാദികൾ കയറിക്കൂടും. പാവ സാധാരണക്കാർ ഇതൊന്നും അറിയുന്നുമില്ല. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ഓരോ പൗരനും ഈ കൺകെട്ടി വിദ്യയിൽ വീഴാതെ ജാഗ്രത പാലിക്കുക. ഇതിനകത്ത് നമ്മൾ വീഴുന്നതല്ല, പലപ്പോഴും നമ്മളെ ഇവർ വീഴ്ത്തുന്നതാണ്. കണ്ടോ, രാജ്യം ഒരു ഭാഗത്ത് തീ പിടിച്ച വിഷയവുമായി നിൽക്കുമ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത്തരം വിഷയങ്ങളാണ് ഇവർക്ക് ഏറ്റവും വലുത്. ഇവർക്കിത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണെന്നേ. ഇവർക്ക് പെണ്ണിന് ചേലാകർമ്മം ചെയ്യണോ വേണ്ടേ? അതെന്താ പെണ്ണ് ചെയ്താല്? പെണ്ണ് ചേലാകർമ്മം ചെയ്യട്ടെ, ശരി എന്നാ പിന്നെ ചെയ്തോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ പെൺകുട്ടികളുടെ ചേലാകർമ്മം ഡോക്ടർ കുടുങ്ങി സമുദായത്തിൽപ്പെട്ട ചില ഡോക്ടർമാർ തയ്യാറാവുന്നത് അതീവ രഹസ്യമായി. ഇവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ തലയ്ക്കകത്തുള്ളത് മതമാണെങ്കിൽ ആ വിദ്യാഭ്യാസം വർക്കൗട്ട് ആകുമോ? നമ്മുടെ നാട്ടില് ഇപ്പോ ഈ ഇത്രയും 28-29 സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ
ആളുകൾ ഐസിസിലേക്ക് പോയത് കേരളത്തിൽ നിന്നായിരുന്നില്ലേ? അല്ലേ? ആരായിരുന്നു പോയിരുന്നത്? മെഡിസിന് പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ, MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരുന്ന നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ്, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്ന, അധ്യാപകർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന രൂപത്തിലേക്ക്, പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന രൂപത്തിലേക്ക് ഉയർന്നു വന്ന റാഷിദ് അബ്ദുള്ള. വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിച്ചാൽ ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് വിശ്വസിക്കുന്നത്? അപ്പൊ ഇവർക്ക് എങ്ങനെ ആണിന്റെ സുന മുറിക്കുന്നത് പോലെ അതെന്താ പെണ്ണിന്റെ സുന മുറിച്ചാല്? അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവർ പെൺചേലാകർമ്മം നടത്തിപ്പോരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞതായി കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. അമേരിക്കയിൽ പിടിയിലാവുന്ന ഇത്തരത്തിലുള്ള ആദ്യ കേസാണിത്. 2017 നവംബറിലാണ് ഇതാദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ലിവോണിയയിലെ ക്ലിനിക്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഇവരുടെ രാജ്യങ്ങളിൽ ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ പ്രാണരക്ഷാർത്ഥം ചേക്കേറും. ഒടുവിൽ അവിടെയും ഇവര് മനസ്സമാധാനം നശിപ്പിച്ച് ഈ മത തീവ്രവാദം എടുത്ത് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അവിടെ നിന്നും ഇവർ ചവിട്ടി പുറത്താക്കപ്പെടും. അമേരിക്കയിലാണ് ഇവർ പിടിക്കപ്പെട്ടത്. സൂര്യപ്രകാശം കാണുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. 7 വയസ്സുകാരികളായ 9 പെൺകുട്ടികളുടെ ചേലാകർമ്മം നടത്തി എന്നതായിരുന്നു കേസ്. ഡോക്ടർ ജുമാന നാഗർവാല, ക്ലിനിക്കിന്റെ ഉടമ ഡോക്ടർ ഫക്രുദ്ദീൻ അത്തർ എന്നിവരാണ് കേസിൽ പ്രതികളായത്. അത്തറിന്റെ ഭാര്യയും മറ്റൊരു സ്ത്രീയും ഈ കേസിൽ പ്രതികളായിരുന്നു. എന്നാൽ താൻ ചെയ്തത് മതപരമായ ഒരു അനുഷ്ഠാനമാണ് എന്ന് ഡോക്ടർ ജുമാനയും കൂട്ടുപ്രതികളും വാദിച്ചു. അങ്ങനെ ഒരു ജഡ്ജി ഇവരെ കുറ്റവിമുക്തരാക്കി. എന്നാൽ അതിനുശേഷം അമേരിക്കയിൽ കുറ്റകരമായി കണക്കാക്കുന്ന പെൺചേലാകർമ്മം നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും കോടതിയിൽ നിന്നും മറച്ചുവെച്ചതായി വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിക്ക് മൊഴി നൽകി. തുടർന്നാണ് കോടതി വീണ്ടും കേസ് പരിഗണിച്ചത്. മതത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പേരിൽ ഈ ഹീനകൃത്യം ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. കാലിഫോർണിയയിലെയും ഇല്ലിനോയിലെയും ചില ഡോക്ടർമാരും ചേലാകർമ്മം നിർവഹിക്കുന്നുവെന്ന് പ്രോസിക്യൂട്ടർമാർ വെളിപ്പെടുത്തി. എന്നാൽ ഡോക്ടർ ജുമാന ഒരു കുട്ടിയെയും ഉപദ്രവിച്ചിട്ടില്ലെന്നും മതപരമായ അനുഷ്ഠാനം നിർവഹിക്കുക മാത്രമാണ് ചെയ്തതെന്നും പ്രതിഭാഗം വാദിച്ചു. കേസിൽ വിസ്താരം തുടരുകയാണ്. അല്ല, ഇനിയും ഈ കുട്ടിക്ക് ഓവർ ബ്ലീഡിംഗ് ഉണ്ടായി, ഇതിനെന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കുക, ഇവര് സമാധാനം പറയുമോ? രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഡോക്ടർ ജുമാന നാഗർവാല അറസ്റ്റിലായത്. ഡോക്ടർ നിരവധി കുട്ടികളിൽ ചേലാകർമ്മം നടത്തിയെന്നാണ് പോലീസ് ചുമത്തിയിരിക്കുന്ന കുറ്റം. കഴിഞ്ഞ 12 വർഷമായി 6നും 12നും ഇടയിലുള്ള പെൺകുട്ടികളെ ഡോക്ടർ ജുമാന ചേലാകർമ്മത്തിന് വിധേയമാക്കിയിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഡോക്ടർ ഇക്കാര്യം നിഷേധിച്ചു. പ്രതി അതിക്രൂരമായ ചേലാകർമ്മത്തിന് നേതൃത്വം നൽകിയെന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയാണ്. ഡെട്രോയിറ്റ കോടതിയിൽ ഹാജരാക്കിയ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കുറ്റം തെളിഞ്ഞാൽ ഡോക്ടർ ജുമാനയ്ക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരും. അതീവ രഹസ്യമായാണ് ഇവർ കൃത്യം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. 1996 അമേരിക്കയിൽ ചേലാകർമ്മം നിയമവിരുദ്ധ നടപടിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരോധനത്തിന് ശേഷം പിടിയിലാകുന്ന ആദ്യ വനിതാ ഡോക്ടറാണ് ജുമാന. ഇതിനു മുമ്പ് ചേലാകർമ്മം നടത്തിയ കുറ്റത്തിന് 2006 എത്യോപ്യൻ വംശജൻ പിടിയിലായിട്ടുണ്ട്. 2 വയസ്സുകാരി മകളെ വെറും കത്രിക ഉപയോഗിച്ച് ചേലാകർമ്മം നടത്തിയെന്നതായിരുന്നു അയാളുടെ പേരുള്ള കുറ്റം. 10 വർഷം തടവാണ് കോടതി ഇയാൾക്ക് വിധിച്ചത്. 2012 കണക്കനുസരിച്ച് സ്ത്രീകളും പെൺകുട്ടികളും അടക്കം 5 ലക്ഷത്തോളം പേർ അമേരിക്കയിൽ ചേലാകർമ്മത്തിന് വിധേയമായിട്ടുണ്ട്. ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ ലോകത്താകമാനം ഏതാണ്ട് 200 ദശലക്ഷം പേർ ചേലാകർമ്മത്തിന് വിധേയമായിട്ടുണ്ടെന്നാണ് UN പുറത്തുവിട്ടിരിക്കുന്ന കണക്ക്. എങ്ങനെയാണെന്ന് ഇവർക്ക് ഇതിനൊക്കെ കഴിയുന്നത്? ഒരു പിതാവ് കത്രിക എടുത്തിട്ട് ചേലാകർമ്മം ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, മതം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരു വെളിവും ഉണ്ടാകത്തില്ല. ആരെങ്കിലും സ്വന്തം കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടിക്കൊല്ലാൻ വിടുവോ? പൊട്ടിത്തെറിക്കാൻ ആർക്കും കഴിയില്ല. സൂര്യനെ ഒരു കൈയിലും ചന്ദ്രനെ ഒരു കൈയിലും വെച്ച് തരാമെന്ന് പറഞ്ഞാലും ശരി, മക്കളെ സ്നേഹിക്കുന്ന ഒരു മാതാപിതാക്കളും അതിന് തയ്യാറാകില്ല. പക്ഷെ ഈ കൂട്ടങ്ങൾക്ക് അതിന് പറ്റും. ഇവർക്കതിന് പറ്റുമെന്ന് ഇവർ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ഒരു ഭീകരൻ പറഞ്ഞത് കേട്ടിരുന്നോ? 2 മക്കള് ചത്തു, 2 കോടി കിട്ടി, 3 എണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 5 എണ്ണത്തിനെ കൊല്ലാൻ വിടാമായിരുന്നെന്ന് ഒരു ഭീകരൻ പറഞ്ഞതാ. വേറൊരുത്തൻ പറയാണ്, ബംഗ്ലാദേശിലാണ്, എത്ര പേരെ വേണമെങ്കിലും ചാവേറുകളാക്കി ഞാൻ തരാം, ഇന്ത്യയിലേക്ക് വിട്ട് പൊട്ടിച്ചോളാൻ. അത്രയധികം ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകാൻ, രക്തസാക്ഷിയാകാൻ തയ്യാറെടുത്ത് നിൽക്കുക.
മനസ്സിലായ? അപ്പോൾ ഇത് വിദ്യാഭ്യാസത്തിന്റെ